ചർമ്മത്തിന് മൃദുത്വവും നല്ലൊരു തിളക്കവും നൽകാൻ സഹായിക്കുന്ന ഈ ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഇനി നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ്. ഈ ബീട്രൂട്ടിൻ്റെ തൊലി നന്നായി കളഞ്ഞെടുത്ത് കഴുകിയെടുത്ത് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു കോട്ടൻ്റെ ഒരു കവറോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഫുൾ ജ്യൂസ് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ബ്ലഷ് ഇടുന്നതിന് പകരമായിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തങ്ങാണ്ട് കവളൻ്റെ സൈഡിലൂടെ നെറ്റിയിൽ താടിയുടെ അവിടെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മേക്കപ്പ് ഇടാതെ തന്നെ നമ്മൾ നല്ലൊരു മേക്കപ്പ് ഇട്ടൊരു ഫീല് കിട്ടുന്നതാണ്. മേക്കപ്പ് ഇല്ലാത്ത ദിവസങ്ങളിൽ നാച്ചുറൽ ഗ്ലോയും ഫ്രഷ് ലുക്കും ആഗ്രഹിക്കുന്നവർക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം. ആദ്യം കൈയുടെ ചെറിയൊരു ഭാഗത്ത് പരീക്ഷിച്ച ശേഷം മാത്രമേ മുഖത്ത് ഉപയോഗിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. കട്ട കെട്ടിപ്പോയാൽ ആ ക്രീമിൻ്റെ ആ ടെക്സ്ചർ ശരിയാവില്ല. അപ്പോൾ നല്ലൊരു ജെല്ല് ആയിട്ടാണ് നമുക്ക് കിട്ടുക. കോൺഫ്ലോറിന് ചർമ്മത്തിൽ അധിക എണ്ണ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഗുണമുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുക. അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും കൂട്ടി വെക്കരുത്, പെട്ടെന്ന് അടി പിടിക്കും. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇളക്കുക. വിസ്കാണെങ്കിൽ ഒന്നും കൂടിയും ബെറ്ററാണ്, അടി പിടിക്കൂല. നല്ല റൗണ്ടിൽ ഇങ്ങനെ കറക്കി കൊടുക്കാം. പിന്നെ ചർമ്മത്തിനിലെ മൃദുവായ സ്പർശം നൽകാനും താൽക്കാലികമായ സ്മൂത്തായ ലുക്ക് ലഭിക്കാനും സഹായിക്കും. അതുകൊണ്ടാണ് പല ഹോം മെയ്ഡ് ഫേസ് പാക്കിലും സ്കിൻ കെയർ റെസിപ്പികളിലും കോൺഫ്ലോർ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇത് തയ്യാറായതിനു ശേഷം ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നന്നായി കട്ടിയായി വരുന്നത് കണ്ടില്ലേ? നന്നായി ഇളക്കി കൊടുക്കണം. ഒരു ജെല്ലി ആവണ ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴാണ് നമ്മൾ ഒരു പരുവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഓഫ് ചെയ്തിട്ട് ഇത് നല്ലോണം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ജെല്ലി ഒരു ടെക്സ്ചറിക്ക് മാറും. ഒരു 5 മിനിറ്റ് മതിയാവും ഇത് തയ്യാറാകാൻ. ഇനി ഇത് ഫുള്ളായിട്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരു നല്ലൊരു ബോക്സിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് എന്താണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കാണിച്ചു തരാം. 2 ആഴ്ച വരെ ഇത് കേട് കൂടാതെ ഇരിക്കും. 10 വയസ്സിന് മുകളിലവർക്ക് എല്ലാവർക്കും ഇത് യൂസ് ആക്കാം. ആദ്യം കയ്യിലൊരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒറ്റ അടിക്ക് കൊണ്ടുപോയിട്ട് ആരും ഫേസിൽ അപ്ലൈ ചെയ്യരുത്. അത് ഇത് എന്നല്ല, എല്ലാ ഹോം റെമഡീസും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ബാക്കി വന്ന ക്രീം എടുത്തൊരു ബൗളിലേക്ക് ഇതാ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ജെല്ലാണെങ്കിലും കുഴപ്പമില്ല, അലോവേര ജെല്ല് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/2 ബീട്രൂട്ട് ക്രീം എടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂണ് അലോവേര ജെല്ല് എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് ഒരു ക്രീം ടെക്സ്ചറൊക്കെ ആക്കി എടുക്കുക, കട്ടൊക്കെ കളഞ്ഞാണ്ട്. എന്നിട്ട് ഒരിക്കലും സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഇത് മിക്സാക്കി സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഇനി ഇത് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ടെക്സ്ചറാണ് കിട്ടുക. ഇനി ഒരു കൈ എടുത്തിട്ട് ആ കയ്യിൽ നന്നായി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയേണ്ട ഒരു ആവശ്യമില്ല. ഇത് അബ്സോർബ് ആവും, നമ്മൾ കയ്യിൽ ഇങ്ങനെ അബ്സോർബ് ആവും. അത് അറിയൂല, തേച്ചതായിട്ട് അറിയൂല. രാവിലെ സാധാ പോലെ മുഖം കഴുകുന്ന സമയത്ത് കഴുകി കളഞ്ഞാൽ മതി. അതൊരു പിങ്കിഷ് ലുക്ക് കിട്ടും കയ്യിനൊക്കെ. എവിടെ ഫേസിലാണെങ്കിലും കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും എവിടെയാണെങ്കിലും